സമാധാന പ്രിയക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭൗമിക കന്യക അത്ഭുതകരമായി പ്രസവിക്കുകയും സന്തോഷപൂർവ്വം ബഹുമാനിക്കുകയും യോർദാൻ നദി താല്പര്യത്തോടുകൂടി പ്രതീക്ഷിക്കുകയും ഗോകുൽത്താ കുരിശുമരത്തിന്മേൽ ആഘോഷിക്കുകയും സൃഷ്ടികളുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ബലിയായി തീരുകയും സുബലിയാൽ സകല ജാതികൾക്കും പാപപരിഹാരം നൽകുകയും മരണത്താൽ സകല കുടുംബങ്ങളെയും വംശങ്ങളെയും ജീവിപ്പിക്കുകയും ചെയ്ത സ്വർഗീയ കുഞ്ഞാട് നീയാകുന്നു. കർത്താവേ, മഹത്തായ നിന്റെ മനുഷ്യ സ്നേഹത്താലും അവർണ്യമായ നിന്റെ കൃപയാലും നിന്നെ പ്രസവിച്ച മാതാവ് അനുഗ്രഹീതയും വിശുദ്ധയും ദൈവമാതാവായ മറിയാമിനെയും ദീർഘദർശിമാരുടെയും സ്നേഹന്മാരുടെയും സഹോദരന്മാരുടെയും പിതാക്കന്മാരുടെയുമായ സംഘം മുഴുവന്റെയും കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായ പ്രാർത്ഥനകളാലും വിശ്വാസമുള്ളതിന്റെ സഭയ്ക്ക് നീ പാപപരിഹാരം നൽകണമേ. വിശേഷ ജ്ഞാനമുള്ളതിന്റെ ഇടവകയെ അനുഗ്രഹിക്കണമേ. ദുഃഖാർത്തരായ നിന്റെ ആട്ടിൻകൂട്ടത്തെ സംരക്ഷിക്കണമേ. ആചാര്യപരമായ നിന്റെ അവകാശത്തെ വിശുദ്ധിയിൽ പ്രതിഷ്ഠിക്കണമേ. സൃഷ്ടിയിൽ നിന്റെ ശാന്തി നീ വസിപ്പിക്കണമേ. ലോകത്തിൽ സമാധാനം വാഴുവാൻ നീ ഇടയാക്കണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. ക്ലേശിതരെ ആശ്വസിപ്പിക്കണമേ. പരദേശവാസികൾക്ക് വിടുതലും ബന്ധനസ്വർഗമോചനവും അടിമകൾക്ക് സ്വാതന്ത്ര്യവും വിശ്വാസികളായ മരിച്ചവർക്ക് സൽസ്മരണയും ആശ്വാസവും നീ കൽപ്പിച്ചു കൊടുക്കണമേ. കർത്താവേ, പാപികളും നിന്റെ ദാസനായ എന്നെ നീ ഫലമേൽപ്പിച്ച ഈ ആചാര്യ ശുശ്രൂഷ യഥാർത്ഥ ആചാര്യന്മാർക്ക് ചേർന്ന വിധം നിർവഹിക്കുവാൻ ഇടയാക്കണമേ. ഞാൻ അയോഗ്യനായിരിക്കെ കൃപയോടെ നീ എന്നെ ഫലമേൽപ്പിച്ചിട്ടുള്ള ആ താലത്ത് നീ തന്നെ ഫലവത്താക്കണമേ. വിശ്വസ്തരും ജ്ഞാനികളുമായ ഭവന വിചാരികളുടെ കൂട്ടത്തിൽ നിന്നിൽ നിന്നുള്ള പ്രതിഫലം സ്വീകരിക്കുവാൻ കൃപയാൽ ഞാൻ യോഗ്യനായി തീരണമേ. എന്തെന്നാൽ നീ ഉത്തമൻ ദാനത്തിൽ സമർത്ഥമാകുന്നുവല്ലോ. നിന്റെ ദാനങ്ങൾ ധാരാളമാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കോശോ വകുൽ സുബ്ഹാന വൽമീ. കർത്താവിന്റെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. സർവശക്തിയുള്ള പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സർവ്വത്തിന്റെ സൃഷ്ടാവുമായ സത്യദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. മരിച്ചവരെയും വിധിപ്പാൻ ഒരു മോഹത്തോടെയും പരിപാലിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതും ഏക കർത്താവുമായ ശിക്ഷകാരും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കൂടെ വന്ദിക്കപ്പെട്ട സ്തുതിക്കപ്പെടുകാനും ദിവ്യന്മാരും ശ്രീകന്മാരും
കർത്താവേ, ഈ സമയത്ത് സ്നേഹവും യോജിപ്പും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. സ്നേഹമൂലം പരിശുദ്ധവും ദിവ്യമായ ശുഭ്രതാൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. അന്യോന്യം ശ്ലോമോ നൽകിൻ കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം നാം. തൻ ശ്ലോമോയും നൽശയോയും നമ്മെ കാക്കട്ടെന്നാളും. ഞങ്ങളെ കർത്താവും ദൈവമേ, ദൈവമേ, വിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങൾ എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിന്റെ വലത് ഭാഗത്ത് മെശിഹാതമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവേ, വിശുദ്ധമാരാകുമാരോടും പ്രധാനമാരാകുമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. പാപമില്ലാത്തവനായ പാപികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു.
മുറിച്ച് തന്റെ ശിഷ്യരായ വിശുദ്ധ സ്ത്രീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. ഇത് എന്റെ ശരീരമാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായേ തലപോലം വൽമീ. അപ്രകാരം അത്താഴത്തിനു ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായമെടുത്ത് സ്തോത്രം ചെയ്തു. സ്ത്രീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങിയത് പാനം ചെയ്യുകയും ഇത് പുതിയ നിയമത്തിലെ എന്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായേ തലപോലം